നിങ്ങളീ കാണുന്നത് അഡീനിയം ചെടിയുടെ കമ്പ് പാകി മുളപ്പിച്ച തൈകളാണ്. ഇവയെ നോക്കുമ്പോഴറിയാം ഇവയ്ക്ക് കോഡക്സ് ഉണ്ടാവില്ല. കോഡക്സ് ഇല്ലാത്തത് കൊണ്ട് ഈ ചെടി നമുക്ക് അത്ര ഭംഗിയായി തോന്നാറില്ല. എന്നാൽ ഇതിനെ എങ്ങനെ ഭംഗിയുള്ളതാക്കി തീർക്കാം എന്നതാണ് ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്. ഇതിൽ കരുത്തുള്ള ഒരു ചെടിയെ ഞാൻ ഇളക്കി എടുക്കുന്നു. ഇതിൽ വേരുപടലങ്ങളെല്ലാം വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ചെടിയെ നമുക്ക് എങ്ങനെ ഭംഗിയുള്ളതാക്കി തീർക്കാം എന്നതാണ്. ഈ ചെടിയെ റൂട്ട് ട്രെയിനിങ്ങിലൂടെ അതിൻ്റെ വേരുകൾ ഭംഗിയുള്ളതാക്കി തീർക്കാം. അതിനാവശ്യം ഇതിൻ്റെ അടിഭാഗത്ത് കാണുന്ന ആവശ്യമില്ലാത്ത വേരുകൾ കട്ട് ചെയ്ത് മാറ്റുക. തുടർന്ന് സാഫ് കട്ട് ചെയ്ത ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. തുടർന്നൊരു പോട്ടിൽ മണ്ണ് നിറയ്ക്കുക. നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന അടീനെ നടുവാൻ ഉപയോഗിക്കുന്ന അതേ രീതിയിലുള്ള മണ്ണാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. ശേഷം ഒരു ടൈലിൻ്റെയോ ഓടിൻ്റെയോ പീസ് അല്ലെങ്കിൽ ചിരട്ടയോ ഏത് വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ചെറിയൊരു ടൈലിൻ്റെ പീസാണ്. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ചെടിയെ ഇങ്ങനെ വെക്കുക. പുറത്ത് മണ്ണിട്ട് ഈ ചെടിയെ ബലപ്പെടുത്തുക. ഇത് 2-3 ദിവസം വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. മറിഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒന്നുകിൽ താങ്ങ് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ മറിഞ്ഞു പോകാതെ വളരെ ക്രമീകരിച്ച് അതിന് വെള്ളം കൊടുക്കുക. ശേഷം ഏകദേശം ഒരു വർഷത്തിന് ശേഷം ഈ ചെടിയെ നമ്മൾ തിരിച്ചിളക്കുമ്പോൾ ഈ വേര് പടലങ്ങളെല്ലാം ശരിയായി ടൈലിൻ്റെ മുകളിലൂടെ പോയി വളരെ ഭംഗിയുള്ള വേരുകൾ താഴോട്ട് പോയിരിക്കുന്നത് കാണാം. ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ചെടിയെ ഇളക്കി ആ വേര് പടലം മുകളിൽ വരുന്ന വിധത്തിൽ ക്രമീകരിച്ച് നട്ട് കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ള ഒരു ചെടിയായി തീരും.